റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം ഓർത്തു പോകുന്നു. മർദ്ദനങ്ങളെയും ദണ്ഡനങ്ങളെയും താടനങ്ങളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങേണ്ടി വന്ന റസൂലുള്ളാഹിന്റെ അനുയായികൾ, സഹാബികളായിട്ടുള്ള മഹാപുരുഷന്മാർ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ആള് പറഞ്ഞു, ആമിർ ഇബ്നു മാലിക് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ നാട്ടിലെ കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവിടെ ദീന് പ്രചരിപ്പിക്കണം, ദീന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പ്രബോധകനെ, ഒരു പ്രസംഗകനെ, അല്ലെങ്കിൽ കുറച്ച് പ്രബോധകരെ, പ്രസംഗകരെ എന്റെ കൂടെ അയച്ചു തരണം. അവിടെയുള്ള ജനങ്ങൾക്ക് സന്മാർഗം നൽകാനാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ ചതി അറിയാതെ അയാളോട് പെട്ടെന്ന് പറഞ്ഞു, റെഡി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദിർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 70 സഹാബികളെ പ്രബോധകന്മാരായിട്ട് അങ്ങോട്ട് നിയോഗിക്കുകയാണ്. കൂട്ടക്കൊലയും ചതിയും മുസ്ലിം സമുദായത്തിനെതിരെ ഇന്നുള്ള സംഭവമല്ല, ചരിത്രാതീത കാലം മുതൽ പണ്ട് മുതലേ ഉള്ള സംഭവമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകൾ ദീന് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒന്ന് വരണേ, കുറച്ചാളുകളെ അയച്ചു തരണേ, ഞങ്ങൾക്ക് ദീനെത്തിക്കാൻ സൗകര്യം ചെയ്തു തരണേ എന്ന് ആമിർ ഇബ്നു മാലിക്കിന്റെ അർത്ഥന മാനിച്ചുകൊണ്ട് 70 പേരെ പറഞ്ഞയച്ചു. അവരുടെ നേതാവാകട്ടെ മുൻദിർ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. 70 ആളുകൾ പുറപ്പെട്ടു പോയി ആ രാജ്യത്തേക്ക് തിടുങ്ങുന്ന മനസ്സോടെ, മനസ്സ് നിറങ്ങുന്ന ആഹ്ലാദത്തോടെ ഹിദായത്തിന്റെ വിളക്ക് കത്തിക്കാൻ, ഇരുട്ടിൽ നിന്ന് മനുഷ്യ സമുദായത്തെ രക്ഷപ്പെടുത്താൻ, ആ ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, മർദ്ദിതരായ ജനകോടികൾക്ക് മോചനം നൽകാൻ മുഹമ്മദ് മുസ്തഫാന്റെ 71 അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബ് ഗോത്രത്തിലേക്ക് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം സംഘത്തിൽപ്പെട്ട ഒരാള് ഹസ്മ ഇബ്നു മൽഹാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് നോക്കി വരാം. നമ്മൾ പരിചയമില്ലാത്ത ഒരു ഗോത്രത്തിലേക്ക് പോവാണ്, വല്ല അപകടവും ഉണ്ടെങ്കിലോ? അതുകൊണ്ട് അപകടമുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കൊള്ളട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാണ് മരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോയിട്ട് വിവരമറിഞ്ഞു വരാം, നിങ്ങൾ എന്നെ കാത്തു നിൽക്കൂ, ഞാൻ അവിടെ നിന്ന് വിവരം തന്നാൽ മാത്രമേ നിങ്ങൾ പുറപ്പെടാവൂ. ഹസ്മ ഇബ്നു മൽഹാൻ റളിയല്ലാഹു തആല അൻഹു ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ കാത്തു നിൽക്കണേ, നിങ്ങൾ പോയിക്കോ, ഞാൻ പോകൂല എന്നല്ല, നിങ്ങൾ പോയിട്ട് വിവരറിഞ്ഞു വരി, ഞങ്ങൾ ഇവിടെ നിൽക്കാന്നല്ല, ഞാൻ പോയിട്ട് വിവരമറിഞ്ഞു വരാം. മരിക്കുന്നെങ്കിൽ ഒരാൾ മരിച്ചാൽ മതിയല്ലോ, 70 പേരെന്തിന് മരണത്തെ സ്വീകരിക്കണം? അതുകൊണ്ട് നിങ്ങൾ കാത്തു നിൽക്കൂ, എന്റെ വിവരം കിട്ടിയാലേ നിങ്ങൾ പുറപ്പെടാവൂ. മഹാനായ ഇസ്ലാമിന്റെ പോരാളി, ഈ ദീനിന്റെ ധീരസന്താനം ഹസ്രത്ത് സയ്യിദുനാ ഹസ്മ ഇബ്നു മൽഹാൻ റളിയല്ലാഹു അൻഹു കുറച്ച് ആ ഗോത്രത്തിന്റെ ആളുകൾ പാർക്കുന്ന സ്ഥലത്തിനടുത്തെത്തിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗോത്രത്തിലെ അംഗങ്ങളെ, ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും മൂന്നാമത് വിളിച്ചു പറഞ്ഞു, ഞാൻ റസൂൽ കരീമിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങൾ അഭയം നൽകിയാൽ ഞാൻ അള്ളാന്റെ റസൂലിന്റെ കത്ത് നിങ്ങൾക്ക് കൈമാറാം. ഞാനൊരു ദൂതനാണ്, ഞങ്ങൾ വേറെ കുറെ ആളുകളുണ്ട്, നിങ്ങൾ എനിക്ക് അഭയം നൽകുമോ? അഭയം തന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കത്ത് കൈമാറാം, ഹിദായത്തിലേക്ക് വരാം, ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം, അധർമ്മം അവസാനിപ്പിക്കാം, അടിമത്തത്തിന് വിരാമം കുറിക്കാം, നീതിയിലൂടെ ജീവിക്കാം, പെണ്ണിന് മാന്യത നേടിക്കൊടുക്കാം, കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് രക്ഷ കൊടുക്കാം, വ്യഭിചരിക്കപ്പെടുന്ന പെണ്ണിന്റെ ആർത്തനാദം അവസാനിപ്പിക്കാം, കള്ളത്തരങ്ങളും മോഷണങ്ങളും അവസാനിപ്പിക്കാം, തൊലി നേർ കറുത്തുപോയതിന്റെ പേരിൽ പട്ടി എന്ന് വിളിക്കപ്പെട്ട നീഗ്രോവായ സഹോദരന് മാന്യത നേടിക്കൊടുക്കാം, നഷ്ടപ്പെട്ട മനുഷ്യാവകാശങ്ങൾ തിരിച്ചു പിടിക്കാം, അതിലൊക്കെ ഉപരി നാളെ പരലോകത്ത് സ്വർഗം നേടാം. അതിനുള്ള സന്ദേശവുമായിട്ട് റസൂൽ കരീം എന്നെ ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. എനിക്ക് അഭയം നൽകുമോ, അഭയം നൽകുമോ എന്ന് മൂന്നാമത്തെ വട്ടം ചോദിച്ചു കൊണ്ടിരിക്കെ ഹസ്മ ഇബ്നു മൽഹാന്റെ വയറ്റത്ത് വന്നുകൊണ്ട് ഈ ഗോത്രത്തിലെ കാബാലികന്മാർ ഒരൊറ്റ കുത്തുകയാണ്. മോചനത്തിന് വേണ്ടി വന്ന ഇസ്ലാമിന്റെ ദൂതൻ, രക്ഷയ്ക്ക് വേണ്ടി വന്ന ദൂതൻ, ഈ ലോകത്ത് ദീനിന് ലഭിച്ചത് സത്യം പറഞ്ഞു കൊടുത്തപ്പോൾ കുത്താണ് സഹോദര, നീതി പഠിപ്പിച്ചപ്പോൾ മർദ്ദനമാണ് സഹോദര, ഇരുട്ടിന്റെ കാവൽക്കാർ
സഹോദരന്മാർ, ഈ ദീനിനെ ഒരിക്കലും വളരാൻ വിട്ടിട്ടില്ല സഹോദര. അത് പണ്ടും അങ്ങനെയാണ് സഹോദര. ഈ ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഇന്നെന്തുകൊണ്ട് പ്രതിസന്ധി എന്നാരും ചോദിക്കൂല. എന്തുകൊണ്ട് ബോസ്നിയ, എന്തുകൊണ്ട് ഇന്ത്യ, എന്തുകൊണ്ട് ബാബറി എന്ന ചോദ്യം ഉണ്ടാകുന്നത് ഈ മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് അഭയം നൽകുമോ എന്നൊരു മനുഷ്യൻ ചോദിക്കുമ്പോഴേക്ക് ആ അഭയം ചോദിക്കുന്ന ആളുടെ വയറ്റത്ത് കുത്തുന്ന കാടത്തം, എത്ര വലിയ ചതി, എത്ര വലിയ വഞ്ചന. ഇവരെ പറഞ്ഞയച്ചാൽ ഞങ്ങൾ അവർക്ക് അഭയം കൊടുക്കാമെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് കെഞ്ചിയിട്ട് പറഞ്ഞയച്ചതാണ്. ദീന് പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വിട്ടു തരുമോ? അവര് വന്നാൽ ഞങ്ങളുടെ നാട് രക്ഷപ്പെടും, ഞങ്ങളുടെ നാട് ദീനിലേക്ക് വരും, ഞങ്ങൾ അവർക്ക് അഭയം നൽകാം, ഭക്ഷണം കൊടുക്കാം, പാർപ്പിടം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളിൽ സഹാബത്തിനെ പറഞ്ഞയച്ചതാണ്. ഹസ്മു ഇബ്നു മൽഹാൻ റളിയല്ലാഹു അൻഹു അഭയം തരുമോ എന്ന് ഒടുക്കത്തെ ചോദ്യം പൂർത്തീകരിക്കാൻ അവസരം കൊടുക്കും മുമ്പ് വയറ്റത്തൊരു കുത്തുകുത്തുകയാണ്. കുത്തുമ്പോ എന്തായിരിക്കും ഹസ്മു ഇബ്നു മൽഹാൻ പറഞ്ഞിട്ടുണ്ടാവുക? എന്തേ ഈ ചതിയെന്നോ, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനെന്നോ അല്ല. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഫുസ്തു വറബ്ബൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെ സത്യം, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു. കഅബയുടെ റബ്ബ് തന്നെ സത്യം, ഞാൻ ജയിച്ചു. ഫുസ്തു വറബ്ബൽ കഅബ. ശത്രുക്കൾ ഞെട്ടി. ക്രൂരമായ ചതി ചെയ്തിട്ട് അഭയം ചോദിച്ചു വന്ന മനുഷ്യനെ കൊന്നിട്ട് വേദനിക്കുന്ന ഒരു വാചകം പോലും പറയാതെ ഈ മനുഷ്യൻ പറയണ്, മരിക്കാൻ പോകുമ്പോ ഒടുക്കത്തെ ശ്വാസം, ഞാൻ ജയിച്ചു. നീയാക്കി പിരാന്ത. ഫുസ്തു വറബ്ബൽ കഅബ. ആ കഅബ ഭവനത്തിന്റെ റബ്ബ് തന്നെ സാക്ഷി, ഈ മത്സരത്തിൽ ഞാൻ പാസ്സായി, ഞാൻ നേടിയത് കിട്ടി. ഈ വിവരം പോയിക്കൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഹസ്ബു ഇബ്നു മൽഹാനെ കുത്തി. ഹസ്ബു ഇബ്നു മൽഹാൻ വിളിച്ചു പറഞ്ഞു, ഫുസ്തു വറബ്ബൽ കഅബ. റസൂലുള്ള ഒന്നും പറഞ്ഞില്ല. രണ്ട് കണ്ണും ചിമ്മിയപ്പോൾ കണ്ണീര് ചാലിട്ടൊഴുകി ഒഴുകി ആ കവിൾ തടത്തിലൂടെ താടി രോമങ്ങൾ നനഞ്ഞു കുതിർത്തുകൊണ്ട് ഹസ്ബു ഇബ്നു മൽഹാനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് റസൂല് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഫുസ്തു വറബ്ബൽ കഅബ, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ എന്നും പ്രതിധ്വനിക്കുന്ന മന്ത്രം.